മീനച്ചൽ താലൂക്കിൽ നിന്ന് മാത്രം 400 പെൺകുട്ടികളെ ലവ് ജിഹാദ് മൂലം കൊണ്ടുപോയി മതം മാറ്റി എടുത്തു എന്നുള്ളതാണ്. ഇതിപ്പോ നോക്കിക്കോളൂ, ഈ രണ്ട് വർഗങ്ങളെ തമ്മിൽ ഒരുപാട് ഇപ്പോൾ അകറ്റി കഴിഞ്ഞു. ഇതുപോലുള്ള കുൽസിത ആയിട്ടുള്ള ഈ ശത്രുക്കൾ, അതായത് കുൽസിത മാർഗങ്ങളിലൂടെ അകറ്റി കഴിഞ്ഞു. അതായത് മതമേലധ്യക്ഷന്മാരെ നിങ്ങൾ വിളിച്ചു പറയും, അതായത് ഇവിടെ ലവ് ജിഹാദ് ഉണ്ട്. ഈ ജിഹാദ് എന്ന് പറയുന്ന വാക്കിന്റെ എന്താണെന്ന് അർത്ഥം എന്ന് അറിയാൻ വയ്യാത്തതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. നിങ്ങൾ ചെയ്യുന്ന ദ്രോഹം എന്താണെന്ന് അറിയുമോ? നിങ്ങൾ രണ്ട് സമുദായങ്ങളെ തമ്മിൽ വളരെയധികം അകറ്റുകയാണ്. ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്താ ശ്രീ പി സി ജോർജ് പ്രയോജനം? അവസാനം ഇന്ത്യയിൽ തന്നെ ഇങ്ങനെ ഒരു സംഭവം ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒന്നും ഇല്ലെന്ന് സുപ്രീം കോടതിയിൽ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ കേരള ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളതാണ് ഇങ്ങനെ ഒരു സംഭവം ഇല്ല, ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരെണ്ണം ഇല്ലെന്ന് കോടതി റിപ്പോർട്ട് ചെയ്താണ് ഇവിടുത്തെ DGP. അപ്പൊ എന്നിട്ടാണ് ശ്രീ പി സി ജോർജ് വിളിച്ചു പറയുന്നത് 400 പെണ്ണുങ്ങളെ, ക്രിസ്ത്യൻ പെൺകുട്ടികളെ ലവ് ജിഹാദിന്റെ ഇരയാക്കി എന്ന് കൊണ്ടുപോയത്. അതിൽ നിന്ന് 41 മാത്രം തിരിച്ചു കിട്ടുന്നു. ഞാൻ ശ്രീ പി സി ജോർജ് ഒരു കാര്യം ചെയ്തു, ഈ പെൺകുട്ടികളുടെ പേര് മറച്ചു വെച്ചു പറയണ്ട. പക്ഷെ ഈ ലവ് ജിഹാദ് നടത്തിയെന്ന് പറഞ്ഞ ആണുങ്ങളുണ്ടല്ലോ, അവന്മാരെ പേര് നിങ്ങൾ നിർബന്ധമായിട്ട് വിളിക്കും. കാരണം നമുക്കൊക്കെ നടപടിയെടുക്കാമല്ലോ അവന്മാരുടെ പേർക്ക് ആരൊക്കെയാണെന്ന്. ഒരുത്തന്റെ പേര് നിങ്ങളൊന്ന് വിളിച്ചു പറഞ്ഞോളൂ, ഒരുത്തന്റെ പേര്. ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഒക്കെ ഉണ്ട്, ഇതുപോലെ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അതിന് നടപടിയെടുക്കണം. വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല, ഉണ്ടെങ്കിൽ അത് ചെയ്യണം, ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ളത് നിങ്ങൾ പറയരുത്, വിളിച്ചു പറയും. പി സി ജോർജ് ലവ് ജിഹാദ് ഉണ്ട് എന്ന് പറഞ്ഞതിനെ നിഷേധിച്ചുകൊണ്ട് അങ്ങനെ ഒരു സാധനം ഇല്ല എന്ന് വാദിച്ചു. എമ്പുരാൻ്റെ കാര്യത്തിൽ അത് ഒരു ആശയാവിഷ്കാരമല്ലേ, കഥയല്ലേ, സിനിമയല്ലേ, അതുകൊണ്ട് അതിനെ തടയേണ്ടതില്ല എന്ന് പറഞ്ഞ് ന്യായീകരിച്ചു. എമ്പുരാൻ്റെ കാര്യത്തിൽ ആ സിനിമയിൽ ചരിത്ര യാഥാർത്ഥ്യങ്ങളെ വളച്ചൊടിച്ചപ്പോൾ, ക്രൈസ്തവ വിശ്വാസ പ്രമാണങ്ങളെ തെറ്റായി അവതരിപ്പിച്ചപ്പോൾ, അത് വെറുമൊരു കഥയല്ലേ, സിനിമയല്ലേ, ആശയ ആവിഷ്കാര സ്വാതന്ത്ര്യമല്ലേ എന്നൊക്കെ പറഞ്ഞ് അതിനെ ന്യായീകരിച്ചു. എന്നാൽ പി സി ജോർജ് ഉള്ള കാര്യം പറഞ്ഞപ്പോൾ, ഉള്ള കാര്യമാണ് എന്ന് സമുദായത്തിലെ അനേകർക്ക് ബോധ്യമുള്ള ഒരു കാര്യം പറഞ്ഞപ്പോൾ, ലവ് ജിഹാദ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആളുകൾക്ക് ഭയങ്കര അസഹിഷ്ണുതയായിരുന്നു. എന്നാൽ എമ്പുരാൻ്റെ കാര്യത്തിൽ ഭയങ്കരമായ സഹിഷ്ണുത. ഈ ആശയ ആവിഷ്കാരത്തിൻ്റെ കാര്യത്തിൽ ഇത്തരത്തിലുള്ള ഇരട്ട നീതി എങ്ങനെയാണ് ശരിയാവുക? ആശയാവിഷ്കാരണത്തിന് അനിയന്ത്രിതമായ ഒരു സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന കൊടുക്കുന്നില്ല. കലാരൂപം ഏതുമായിക്കൊള്ളട്ടെ, അതിലൂടെ കടത്തിവിടുന്ന ആശയ സംവേദനം ചെയ്യപ്പെടുന്ന ആശയത്തിനാണ്, അതിൻ്റെ കണ്ടൻറ്റിൻ്റെ ക്വാളിറ്റിയാണ് വിഷയം. അത് സത്യത്തെ നിഷേധിക്കുന്നതാണെങ്കിൽ, ചരിത്രത്തെ നിഷേധിക്കുന്നതാണെങ്കിൽ അത് അനുവദിക്കുവാൻ പാടില്ല. ലവ് ജിഹാദിനെ സംബന്ധിച്ച് അത് ക്രൈസ്തവ സമുദായത്തിൻ്റെ ഒരു നീറുന്ന വിഷയമാണ്, വേദനയുള്ള വിഷയമാണ്, ഒരു വലിയ പ്രശ്നമായിട്ട് അവരുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. സുപ്രീം കോടതിയുടെ അറിവിൽ ലവ് ജിഹാദ് ഇല്ല എന്ന് പറഞ്ഞാൽ അത്തരം സംഭവം ഇന്ത്യയിൽ ഇല്ല എന്നാണോ അതിൻ്റെ അർത്ഥം? അത് കേരളത്തിൽ ഉണ്ട് എന്ന് ഒരു എക്സ് ചീഫ് മിനിസ്റ്റർ പറഞ്ഞു, 2 എക്സ് MLA പറഞ്ഞു, 2 എക്സ് DGPമാർ പറഞ്ഞു, അനേകം ഇരകൾ അവരുടെ സാക്ഷ്യം ചാനലുകളിലൂടെ പറഞ്ഞു, അവരുടെ ബന്ധുക്കൾ സാക്ഷ്യം പറഞ്ഞു. അതേപ്പറ്റി അറിവുള്ളവരൊക്കെ അത് പൊതുസമൂഹത്തോട് പലപ്പോഴായി ചാനലുകളിൽ പറഞ്ഞിട്ടുണ്ട്. യാഥാർത്ഥ്യം അങ്ങനെ ഇരിക്കെ അത് നിഷേധിക്കുന്നത് തികച്ചും തെറ്റാണ്. ലവ് ജിഹാദ് ഉണ്ടെങ്കിൽ ആ കുറ്റവാളിയുടെ ഒരു പേരെങ്കിലും വെളിപ്പെടുത്തണമെന്നുള്ള വെല്ലുവിളിക്ക് 2 വശമുണ്ട്. അങ്ങനെ വെളിപ്പെടുത്തിയാൽ ആ ഇരയെ വീണ്ടും ഇരയാക്കാനുള്ള ഒരു ശ്രമമായിട്ട് അത് വരും. അങ്ങനെ ആ ഇരകൾക്ക് ജീവിതത്തിൽ തകർന്നിരിക്കുന്ന, മാനസികമായി ശാരീരികമായി എല്ലാ തരത്തിലും തകർന്നു പോയ, പ്രതീക്ഷകൾ അറ്റുപോയ, വഞ്ചിക്കപ്പെട്ട ആ ഇരകൾക്ക്
കേസ് തെളിയിക്കുവാനും വിചാരണ നേരിടുവാനും ശേഷിയില്ല എന്നുള്ളതു തന്നെയാണ് ഇത്തരം കുറ്റകൃത്യങ്ങൾ ഉണ്ടാകുവാനും തുടരുവാനുമുള്ള കാരണം. അതിന് ബന്ധപ്പെട്ടവർ മുതിരുകയില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുതന്നെയാണ് ഇത്തരം കേസുകൾ തെളിയിക്കാനും തെളിവ് കൊടുക്കുവാനുമൊക്കെയുള്ള പ്രായോഗികമായ പ്രയാസം. ഇതൊക്കെ സാമാന്യം മനസാക്ഷിയുള്ള നിഷ്പക്ഷരായ മനുഷ്യർക്ക് വ്യക്തമാകുന്ന കാര്യങ്ങൾ തന്നെയാണ്. സഭയുടെ ജീവിതത്തിലെ നീറുന്ന പ്രശ്നങ്ങൾ തുറന്നു പറയുവാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും ഇന്ത്യൻ ഭരണഘടന നൽകുന്നില്ലേ? തങ്ങളുടെ നീറുന്ന പ്രശ്നത്തെ ആവിഷ്കരിക്കുവാൻ ഒരു സമുദായത്തിനും അതിൻ്റെ നേതാക്കൾക്കും അവകാശം നിഷേധിക്കുന്നത് കുറ്റകരമല്ലേ? അത്തരം കുറ്റകരമായ നിലപാട് എടുത്തിട്ട് അതിന് നേരെ വിപരീതമായി ക്രൈസ്തവരുടെ അടിസ്ഥാന വിശ്വാസങ്ങളെ നിഷേധിക്കുന്ന എമ്പുരാൻ എന്ന സിനിമ ഒരു മഹാ അത്ഭുതമാണ്, വലിയ കലാസൃഷ്ടിയാണ്. അതിൻ്റെ നിർമ്മാതാക്കൾക്ക് ആ തരത്തിലുള്ള ആശയാവിഷ്കരണം നടത്തുന്നതിന് സ്വാതന്ത്ര്യമുണ്ട് എന്നൊക്കെ പറയുന്നതിൻ്റെ അടിസ്ഥാന കാരണം തന്നെ ക്രിസ്തുമത ഇസ്ലാം മത ദൈവശാസ്ത്രങ്ങളുടെ വൈരുദ്ധ്യത്തിലാണ് വേരൂന്നിയിരിക്കുന്നത് എന്നുള്ളതാണ് സത്യം. യേശുക്രിസ്തു മരിച്ചിട്ടില്ല, ഉയർത്തിട്ടില്ല എന്ന ഇസ്ലാമിൻ്റെ ചരിത്ര നിഷേധമാണ് യഥാർത്ഥത്തിൽ വലിയ വൈരുദ്ധ്യമായി നിൽക്കുന്നത്. ഒരു 18-19 വയസ്സായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 22-23 വയസ്സാകുമ്പോൾ ആ കുഞ്ഞിനെ കെട്ടിച്ചു വിടണ്ടേ? ആ മര്യാദ കാണിക്കണ്ടേ? ഇത്തരം പരാമർശങ്ങൾ കൂടാതെ അദ്ദേഹം വേറെ ഒരു വലിയ പരാമർശം കൂടെ നടത്തി, ഒരു പുതിയ കണ്ടുപിടുത്തം. അതായത് ഈ ക്രിസ്ത്യൻ പെൺകുട്ടികൾ ഇങ്ങനെ ഈ ലവ് ജിഹാദ് എന്ന് പറയുന്ന ഇല്ലാത്തൊരു സാധനമാണ്, അതുമായിട്ട് ഇങ്ങനെ പോകുന്നതിനുള്ള കാരണം എന്തെന്നറിയുമോ? ഇതിനെയൊക്കെ നേരെ ചൊവ്വയും നേരത്തെ സമയത്ത് കെട്ടിച്ചു നേരത്തും കാലത്തും കെട്ടിച്ചു കൊടുക്കാത്തോണ്ടാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഒരു 18 വയസ്സ് കഴിഞ്ഞാൽ ഉടനെ ഒരു ക്രിസ്ത്യൻ പെൺകുട്ടി എന്തിനാണ് നിർത്തുന്നു? അതിന് കെട്ടിച്ചു കൊടുത്തേക്കണം. അവ പഠിക്കണമെങ്കിൽ പിന്നെ കെട്ടിച്ചു കൊടുത്തിട്ടതിന് ശേഷം പോയി പഠിച്ചോട്ടെ. ഇവിടെ ഈ 18 വയസ്സെന്ന് പറയുന്നത് പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവർക്ക് മെന്റൽ മെച്യൂരിറ്റിയുടെ സമയമാകുന്നില്ല. അതുകൊണ്ട് അവരുടെ വിവാഹപ്രായം 21 വയസ്സിലേക്ക് ഉയർത്തണം എന്ന് കേന്ദ്ര ഗവൺമെന്റ് വാശി പിടിക്കുമ്പോൾ നിങ്ങൾ ഈ പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുള്ള കാര്യമാണ്? 21 ഒരു 10-22 വയസ്സാകാതെ കല്യാണം കഴിച്ചു കൊടുക്കരുത്. ഞാനൊരു മുസ്ലിമാണ്. യഥാർത്ഥത്തിലെ ഈ മുസ്ലിങ്ങൾ അവരുടെ മക്കളെ വളരെ നേരത്തെ കല്യാണം കഴിച്ചു കൊടുക്കാറുണ്ട്. 18 എങ്ങനെയെങ്കിലും അവ നോക്കിയിരിക്കും, സർട്ടിഫിക്കറ്റ് നോക്കിയിരിക്കുക, പിറ്റേന്ന് കല്യാണം തീരുമാനിക്കാം. ഞാൻ എൻ്റെ മക്കളെ രണ്ടുപേരെയും 22 വയസ്സായപ്പോഴാണ് കല്യാണം കഴിച്ചു. അപ്പൊ അത് അങ്ങനെ ഉള്ളപ്പോ ഈ വർത്തമാനം എന്ന് പറയുന്നത് വളരെ മോശമായിപ്പോയി. നിങ്ങൾ സമൂഹത്തിനെതിരെയാണ് സംസാരിക്കുന്നത്. സമൂഹത്തിൽ ഇങ്ങനെയുള്ള ഒരു മൂല്യച്യുതി ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് നിങ്ങൾ സംസാരിക്കുന്നതെന്ന് വെളിയിൽ. ഇത് മാത്രമല്ല, ഇതിനകത്ത് ശ്രീ PC ജോർജ് നടത്തിയേക്കുന്ന ഏറ്റവും വലിയൊരു വൃത്തികേടുണ്ട് കാണിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടതല്ലേ ശ്രീ PC ജോർജ്? നിങ്ങളുടെ ഇടയിലുള്ള പെൺകുട്ടികൾ ഇതുപോലെ മുസ്ലിം യുവാക്കളെ കാണുന്നുണ്ടേ അവരുടെ അടുത്ത് പോകാന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം ക്രിസ്ത്യൻ യുവാക്കളെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല, അതിനിടയിൽ കൊള്ളാതൊന്നുമാരില്ല എന്ന് വേണമല്ലോ കണക്കാക്കാൻ. അതാണല്ലോ ഈ ലൗകികത എന്ന് പറഞ്ഞ് ഇങ്ങനെ പോകുന്നത്. അപ്പൊ ഇല്ല എന്ന് വേണമല്ലോ നിങ്ങൾക്ക് പറയേണ്ട. ഒന്നത് മാത്രം ഏറ്റവും വലിയ ഹൈലി ഇമ്മോറലാണ് ഈ ക്രിസ്ത്യൻ പെൺകുട്ടികൾ എന്നല്ലേ നിങ്ങൾ പറഞ്ഞു വെക്കുന്നത്? നിങ്ങൾ ഈ മതത്തിനെ ഇങ്ങനെ ആക്ഷേപിക്കാമോ, നിങ്ങളുടെ സ്വന്തം മതത്തിനെ? PC ജോർജ് ലവ് ജിഹാദ് വിഷയം പരാമർശിച്ചപ്പോൾ അത്തരം ലവ് ജിഹാദ് വിഷയം സംഭവങ്ങൾ തടയുന്നതിലേക്കായി പെൺകുട്ടികളെ മാതാപിതാക്കൾ അല്പം നേരത്തെ വിവാഹം കഴിപ്പിച്ചയക്കണമെന്നുള്ള ഒരു നിർദ്ദേശം, ഒരു ആശയം മുൻപോട്ട് വയ്ക്കുകയുണ്ടായി. അതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് വിവാദങ്ങളും എതിർപ്പുകളുമുണ്ടായി. ക്രൈസ്തവ പെൺകുട്ടികളെ നേരത്തെ വിവാഹം കഴിച്ച് അയക്കുന്നതിൽ ആർക്കാണ് ഇത്ര പ്രയാസം? അതുതന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതുമാത്രവുമല്ല, PC ജോർജ് പറഞ്ഞത് പെൺകുട്ടികളുടെ വിവാഹം ഒരു 23-24 വയസ്സ് ആകുമ്പോഴേക്കും നടത്തണം എന്നാണ്.
PC ജോർജ് ആ പറഞ്ഞ കാര്യത്തെ ഇദ്ദേഹം 18 അപ്പോൾ PC ജോർജ് 23 എന്ന് പറഞ്ഞതിനെ ഇദ്ദേഹം 18 എന്ന് ആക്കിയിട്ട് ആ 18നെ വിമർശിക്കുന്നതാണ് ശ്രദ്ധിക്കപ്പെട്ടത്. 18 എന്നല്ല PC ജോർജ് പറഞ്ഞത്. ആ വീഡിയോ ക്ലിപ്പിൽ അത് വളരെ വ്യക്തമാണ്. താങ്കളെ പോലെയുള്ള ഒരു അനുഭവസമ്പന്നനായ ഒരു നിയമവിദഗ്ധന് ഇത്തരം വസ്തുതകളെ വിശകലനം ചെയ്യുന്നതിൽ ഇത്തരം ഗുരുതരമായ തെറ്റും സംഭവിക്കുന്നത് വളരെ നിരാശാജനകമാണ്. അത് ഒരു അബദ്ധമാണോ അതോ മനഃപൂർവമായി സംഭവിപ്പിച്ചതാണോ എന്നുള്ളത് അറിയില്ല. എന്നാൽ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നത് വളരെ അപകടകരമായ സൂചനകളാണ് സമൂഹത്തിന് നൽകുന്നത്. PC ജോർജ് 24 വയസ്സിന് മുൻപ് ക്രൈസ്തവ പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ചയക്കണമെന്ന് ക്രൈസ്തവ സമൂഹത്തോട് ഒരു ഉപദേശം നിർദ്ദേശരൂപേ പറഞ്ഞതിനെ അങ്ങ് 18 മാറ്റിയിട്ട് ആ 18നെ ചുറ്റിപ്പറ്റിയിട്ട് PC ജോർജിനെ വിമർശിച്ചു. അത് മോശമായിപ്പോയി. അതുമാത്രവുമല്ല, ഇരകളാക്കപ്പെടുന്ന പെൺകുട്ടികൾ മോശക്കാരാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെടും, വിലയിരുത്തപ്പെടും എന്നൊക്കെ പറഞ്ഞ് ആൺകുട്ടികൾ കഴിവില്ലാത്തവരാണെന്ന് വരുത്തി തീർക്കപ്പെടും എന്നൊക്കെ ഒരു ധ്വനി വരും എന്നൊക്കെ പറഞ്ഞ് പൊതുവെ ലവ് ജിഹാദ് ഉണ്ട് എന്ന് പറയുന്നവരെ താറടിച്ച് കാണിച്ച് ഒതുക്കാനുള്ള ഒരു ശ്രമം നടത്തി. അതൊക്കെ എത്രത്തോളം ഒരു മാന്യമായ നിലപാടാണ് എന്നുള്ളതിൽ സംശയമുണ്ട്. അങ്ങയെപ്പോലുള്ള ഒരു നിയമവിദഗ്ധൻ ഇത്രയേറെ ചർച്ചാവിഷയമായ ഒരു സംഭവത്തിൻ്റെ സത്യാവസ്ഥയെ കണ്ടുപിടിച്ച് അത് അവതരിപ്പിക്കുവാനും പരിഹരിക്കുവാനുമായിരുന്നു യഥാർത്ഥത്തിൽ മുൻകൈയെടുക്കേണ്ടിയിരുന്നത്. ഈ യാഥാർത്ഥ്യങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ലവ് ജിഹാദ് എന്ന് പറയുന്നതിൻ്റെ നിർവചനവും ആ നിർവചന മാനദണ്ഡങ്ങളുമൊക്കെ നിർണയിക്കുന്നതിന് നിയമവൈദഗ്ധ്യമുള്ളവരുടെ സഹായം ലഭ്യമാക്കുകയായിരുന്നു വാസ്തവത്തിൽ സമൂഹത്തിലെ ബുദ്ധിജീവികളും നിയമവിദഗ്ധരും ചെയ്യേണ്ടിയിരുന്നത്. യാഥാർത്ഥ്യങ്ങൾക്ക് നേരെ കണ്ണടച്ച് ഇരുട്ടാക്കുന്നത് കൊണ്ട് ഒരു സമൂഹത്തിലെ കാതലായ വിഷയങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല എന്നുള്ളത് നാം മനസ്സിലാക്കണം. അല്ലാതെ ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ കാഴ്ചപ്പാടിൻ്റെ മഞ്ഞക്കണ്ണാടിയിൽ കൂടി നോക്കിക്കണ്ട് യാഥാർത്ഥ്യങ്ങളെ വളച്ചൊടിച്ച് ആശയാവിഷ്കരണം നടത്തുന്നത് കൊണ്ട് ഇത്തരം തെറ്റുകൾ സംഭവിച്ചതാണോ എന്ന് ആത്മപരിശോധന നടത്തുന്നതും നല്ലതാണ്. അതിനു പകരം ഇത്തരം കാതലായ ഒരു വിഷയം അവതരിപ്പിച്ച ആളെയും അതിന് ഇരകളായി തീർന്നവരെയുമൊക്കെ പരിഹസിക്കാൻ ശ്രമിച്ചതുകൊണ്ട് സ്വയം പരിഹാസ്യനാകുക എന്നുള്ളതല്ലാതെ ഒരു ഫലവും ഉണ്ടാകുന്നില്ല. കള്ളൻ വീട്ടിൽ കയറി എന്ന് പരാതിപ്പെടുന്നവനെ കള്ളനാക്കി പരിഹസിക്കുന്നത് ആരോഗ്യകരമായ ഒരു സമീപനമല്ല എന്ന് നാം മനസ്സിലാക്കണം. അവരവരുടെ നിലപാടുകളെ ന്യായീകരിക്കാൻ വേണ്ടി യാഥാർത്ഥ്യങ്ങളെ, ഒബ്ജക്റ്റീവ് റിയാലിറ്റിയെ നിഷേധിക്കുന്നത് ശരിയായ ഒരു ആശയാവിഷ്കരണ രീതി അല്ല.